നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ക്ഷീര കർഷകർക്ക് പലിശരഹിത വായ്പ നൽകുമെന്നും പലിശ സർക്കാർ വഹിക്കുമെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി. ചേർപ്പിലെ കർഷകന് മിൽമയുടെ സഹായധനം കൈമാറി സംസാരിക്കുകയായിരുന്നു മന്ത്രി. വെങ്കടശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി അമ്മമാർക്ക് നടത്തുന്ന സൗജന്യ കമ്പ്യൂട്ടർ പരിശീലനം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകും. മോദി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നടക്കുന്ന ഞായറാഴ്ച സുരേഷ് ഗോപിയും സത്യപ്രതിജ്ഞ ചെയ്യും. പല്ലിശ്ശേരിക്കുന്നിൽ അനധികൃതമായി മണ്ണെടുത്ത ടിപ്പർ ലോറിയും JCBയും പിടികൂടി. വിശദമായ വാർത്തകളിലേക്ക്. ക്ഷീര കർഷകർക്ക് പലിശരഹിത വായ്പ നൽകുമെന്നും പലിശ സർക്കാർ വഹിക്കുമെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. ഷോക്കേറ്റ് പശുക്കൾ നഷ്ടപ്പെട്ട ചേർപ്പിലെ കർഷകന് മിൽമയുടെ സഹായധനം കൈമാറുകയായിരുന്നു മന്ത്രി. കേന്ദ്ര സഹായത്തോടെ സംസ്ഥാനത്തെ മുഴുവൻ പശുക്കൾക്കും സമഗ്ര ഇൻഷുറൻസ് പരിരക്ഷ നൽകും. ഒരു പശു ചത്താൽ പകരം പശുവിന് ലഭിക്കും. ഇൻഷുറൻസിന്റെ നടപടികൾ അവസാന ഘട്ടത്തിലാണെന്ന് മന്ത്രി പറഞ്ഞു. CC മുകുന്ദൻ MLA, മിൽമ എറണാകുളം യൂണിയൻ ചെയർമാൻ MT ജയൻ, മിൽമ ഭരണസമിതി അംഗങ്ങളായ ഭാസ്കരനാഥങ്കാവിൽ, താര ഉണ്ണികൃഷ്ണൻ, TN സത്യൻ, ഷാജു വെളിയൻ, മാനേജിംഗ് ഡയറക്ടർ വിൽസൺ ജെ പൊറവക്കാട്ടിൽ, ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത്, ചേർപ്പ് മൃഗാശുപത്രിയിലെ സീനിയർ വെറ്ററിനറി സർജൻ ഡോക്ടർ CA പ്രദീപ് എന്നിവർ സംസാരിച്ചു. മിൽമ എറണാകുളം മേഖല യൂണിയൻ ഹെൽപ്പ് ടു ഫാർമേഴ്സ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 45,000 രൂപയാണ് കൈമാറിയത്. കഴിഞ്ഞ മാർച്ച് 23-ന് ചേർപ്പ് പടിഞ്ഞാട്ടുമുറി പാലം സ്റ്റോപ്പിനടുത്ത് വലച്ചറക്കാരൻ തോമസിന്റെ 4 പശുക്കളാണ് ചത്തത്. വീടിന് സമീപത്തെ തൊഴുത്തിൽ കറക്കുന്നതിനിടെ 4 പശുക്കളാണ് ഷോക്കേറ്റ് ചത്തത്. പശുവിനെ കറക്കുകയായിരുന്ന തോമസ് അത്ഭുതകരമായി രക്ഷപ്പെട്ടിരുന്നു. 4 പശുക്കളാണ് ദാരുണാന്ത്യം എന്റെ സംഭവിച്ചത്. നമുക്കറിയാം 4 പശുക്കളൊക്കെ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ അരുമയായി നല്ലതുപോലെ അതിന് ആഹാരം ഉൾപ്പെടെ കൊടുത്ത് വളർത്തിയെടുക്കുന്ന നമ്മുടെ പശുക്കൾക്ക് ഇത്തരത്തിലുള്ളൊരു ദുരന്തം ഉണ്ടായിട്ട് പലപ്പോഴും കർഷകന് താങ്ങാൻ പറ്റില്ല. കാരണം എത്ര ലിറ്ററാണ് പശുവിന് ഒരു ദിവസം പാല് നമ്മൾ കറന്നുകൊണ്ടിരുന്നത്? 50 ലിറ്റർ പാല് ഒരു മാസം ആ കർഷകന് വിറ്റ എത്ര രൂപ കിട്ടുമെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ ആ തരത്തിലേക്ക് ഉള്ള നല്ല വരുമാനമുള്ള ഒരു കർഷകനായിരുന്നു നമ്മുടെ ഈ തോമസ് എന്ന് പറയുന്ന ഈ ക്ഷീര കർഷകൻ എന്നുള്ളത് നമുക്ക് നൽകുന്നത്. അപ്പൊ അത്രയും അരുമയായി അതിനെ വളർത്തുന്നത് കൊണ്ട് നല്ലതുപോലെ അതിന് തീറ്റ കൊടുക്കുന്നത് കൊണ്ടാണ് ഇത്രയധികം പാലും കിട്ടുന്നത്. അതെല്ലാം എനിക്ക് തോന്നുന്നു HF ഇനത്തിലും അതുപോലെ തന്നെ മറ്റ് വേറെ ഏതായിരുന്നു HF ജേഴ്സി ഇനത്തിൽപ്പെട്ട നല്ല ഇനം പശുക്കളാണ്. 15 ലിറ്ററിനും അതിന് മുകളിലോട്ടും പാല് തരുന്ന പശുക്കളാണ് HF, ഈ ജേഴ്സി ഒക്കെ എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. നല്ല തീറ്റ കൊടുക്കാൻ, നല്ല കട്ടിയുള്ള പാല്, നല്ലതുപോലെ പാല് നമുക്ക് കറന്നെടുക്കുവാൻ പറ്റുമെന്നുള്ളതാണ്. സാമ്പത്തികമായി വലിയൊരു സംഖ്യയുടെ നഷ്ടം സംഭവിക്കുകയാണ്. പക്ഷേ ഞാൻ മന്ത്രിയോട് പറയും ചെയ്തു, എന്തായാലും വലിയൊരു സംഖ്യയാണ് നഷ്ടം നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് വലിയൊരു സംഖ്യ കിട്ടിയാലേ പറ്റുള്ളൂ. ഇനി കൂടാതെ തന്നെ ഒരു കാര്യം ഞാൻ ചോദിക്കേണ്ടായി. ഇപ്പോൾ തോമസ് ചേട്ടന്റെ പശുക്കള് ഷോക്കേറ്റ് പഠിച്ചപ്പോൾ തന്നെ ചോദിച്ചു, ഇത് കൂടാതെ ഇപ്പോൾ സർക്കാർ കൊടുക്കുന്ന സഹായം കൂടാതെ തോമസ് ചേട്ടനെ എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും എന്ന് മന്ത്രിയായിട്ട് ചർച്ച ചെയ്യേണ്ടായി. വെങ്കടശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി അമ്മമാർക്ക് നടത്തുന്ന സൗജന്യ കമ്പ്യൂട്ടർ പരിശീലനം MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. പൊതുസമൂഹത്തോടുള്ള അഡാപ്റ്റ് സൊസൈറ്റിയുടെ കരുതലിന്റെ ഭാഗമായി നൽകുന്ന സേവനങ്ങളിലൊന്നാണ് അമ്മമാർക്ക് നൽകുന്ന കമ്പ്യൂട്ടർ പരിശീലനം. പാർലം പഞ്ചായത്ത് അംഗം അനിത പ്രസന്നൻ, വർഗീസ് അഗര, പന്തളം സജിത് കുമാർ, AM വക്കച്ചൻ, ഫ്രാൻസിസ് കുന്നങ്കട, ജോയ് അരുമ്പൂർ എന്നിവർ സംസാരിച്ചു. ഓരോ ഘട്ടം നടത്തുന്നത് ഈ സൊസൈറ്റി പുതിയ ആശയങ്ങൾ ഉൾക്കൊണ്ട് നടപ്പാക്കുകയാണ് ഓരോ പദ്ധതികൾ. അപ്പോൾ ആ പദ്ധതികൾക്ക് ഇപ്പോൾ പറഞ്ഞു അച്ചാറ് പിന്തി തന്നു, അത് കുട്ടികളെ ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞാൽ ആ കുട്ടികളുമായി ബന്ധപ്പെടുന്ന അമ്മമാർക്ക് അവരുടെ പരിശീലനവുമായി ബന്ധപ്പെട്ട് അവരുടെ സമയം
കൂടുതൽ വിഷമം വരാതിരിക്കുന്നതിന് വേണ്ടി പുതിയ ഒരു പദ്ധതി നമ്മൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമ്പോൾ തന്നെ നമ്മുടെ കുട്ടികളെയും രക്ഷിതാക്കളെയും നമ്മുടെ അഡാപ്റ്റ് സൊസൈറ്റി തുല്യമായി ശ്രദ്ധിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതുകൊണ്ട് ഇനിയും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കേണ്ടതുണ്ട്. മക്കൾ കൊടുത്ത സമ്മാനത്തിലൂടെയും നിങ്ങൾക്കത് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. കാരണം അവര് കഴിവുള്ളവരാണ്. അവര് ചെയ്യാൻ പറ്റുന്നത്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ആ ചെയ്യാൻ പറ്റുന്നതിനെ നമ്മൾ എത്ര വേഗം കണ്ടെത്തുന്നോ അത്രയും നല്ലൊരു ലോകം അവർക്കുണ്ടാകും. അല്ലാതെ നമ്മൾ പറ്റാത്ത ഒരു കാര്യത്തിന് വേണ്ടി അവരെ പ്രേരിപ്പിച്ച് ജീവിതകാലം മുഴുവൻ നമ്മൾ മരിക്കുന്നിടം വരെ മാത്രം അവരെ ഒതുക്കിയാൽ അവർക്ക് ഇനിയും ജീവിതമുണ്ട്, അല്ലേ? നമുക്ക് അപ്പുറത്ത് അവർക്ക് ജീവിതമുള്ളതാണ്. അപ്പോൾ അത് കണ്ടെത്തുകയാണ് അഡാപ്റ്റ് ചെയ്യുന്നത്. അഡാപ്റ്റിലെ പ്രയത്നങ്ങൾ മുഴുവൻ അതാണ്. അതായത് നമ്മളെ പോലെ അല്ലെങ്കിൽ നമ്മളെ കാട്ടിൽ മുന്നിൽ പോകാനുള്ളവരാണ് നമ്മുടെ മക്കൾ. നമ്മൾക്കുള്ള കഴിവുകളല്ല ആ മക്കൾക്കുള്ളത്, അതിൻ്റെയൊക്കെ അപ്പുറത്തുള്ള കഴിവുകളുണ്ട്. കേരളത്തിൽ നിന്നുള്ള ആദ്യ BJP ലോക്സഭാ MP ആയ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകും. കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും നിർദ്ദേശം ലഭിച്ചുവെന്നാണ് സൂചന. മൂന്നാം മോദി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നടക്കുന്ന ഞായറാഴ്ച സുരേഷ് ഗോപിയും സത്യപ്രതിജ്ഞ ചെയ്യും. അതേസമയം രണ്ടാം മന്ത്രിസഭയിലെ പലരും ഇത്തവണ മന്ത്രിസഭയിൽ ഉണ്ടാകില്ല. നേരത്തെ കേന്ദ്രമന്ത്രിയാകുമോ എന്ന ചോദ്യത്തിന് ഇനിയും മറുപടി പറയുന്നത് നെഗറ്റീവ് ആവുമെന്നായിരുന്നു ദില്ലിയിലെത്തിയ സുരേഷ് ഗോപി പ്രതികരിച്ചത്. ഒരുപാട് പേര് വിളിച്ചുപദേശിച്ചുവെന്നും എല്ലാ ദൈവം നിശ്ചയം പോലെ നടക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. ഊരകം പല്ലിശ്ശേരിക്കുന്നിൽ അനധികൃതമായി മണ്ണെടുത്ത ടിപ്പർ ലോറിയും JCBയും പിടികൂടി. മണ്ണെടുപ്പ് നടത്തരുതെന്ന് വില്ലേജ് ഓഫീസർ മുന്നറിയിപ്പ് നൽകിയിട്ടും മണ്ണെടുപ്പ് തുടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വെള്ളിയാഴ്ച വല്ലച്ചിറ വില്ലേജ് ഓഫീസർ IA ഷിനോദിന്റെ നേതൃത്വത്തിലുള്ള സംഘം JCBയും ടിപ്പർ ലോറിയും ഒരു ലോഡ് മണ്ണും പിടിച്ചെടുക്കുകയായിരുന്നു. നാളുകളായി ഇവിടെ മണ്ണെടുപ്പ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് മണ്ണെടുപ്പ് നടത്തരുതെന്ന് വില്ലേജ് ഓഫീസർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നിട്ടും മണ്ണെടുപ്പ് തുടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വെള്ളിയാഴ്ച ഉച്ചയോടെ വല്ലച്ചിറ വില്ലേജ് ഓഫീസർ ഷിനോദ് IA, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഓഫീസർ KA ഷാജി എന്നിവരുടെ നേതൃത്വത്തിൽ മണ്ണെടുത്ത് കൊണ്ടുപോവുകയായിരുന്ന JCBയും ടിപ്പർ ലോറിയും ഒരു ലോഡ് മണ്ണും പിടിച്ചെടുക്കുകയായിരുന്നു. ഹൈക്കോടതിയുടെ അനുമതിയോടെയാണ് തങ്ങൾ ഗ്രൗണ്ട് നവീകരിക്കുന്നതിനായി മണ്ണെടുപ്പ് നടത്തുന്നതെന്ന് സ്ഥലോടമ പറയുന്നുണ്ടെങ്കിലും വ്യാജമാണെന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞു. അനധികൃത മണ്ണെടുപ്പിനെ തുടർന്ന് പിടിച്ചെടുത്ത വാഹനങ്ങൾ ചേർപ്പ് പോലീസിന് വില്ലേജ് അധികൃതർ കൈമാറി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ വിവിധ ബൂത്തുകളിൽ അങ്കണവാടി പ്രവേശനോത്സവം നടത്തി. 76-80 നമ്പർ അങ്കണവാടികളിലെ പ്രവേശനോത്സവം അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 81-86 നമ്പർ അങ്കണവാടികളിലെ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുനിൽ ചാണശ്ശേരിയും 87 നമ്പർ അങ്കണവാടിയിൽ വാർഡ് മെമ്പർ രമണി നന്ദകുമാറും ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സായ രാമചന്ദ്രൻ ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു. വിവിധ അങ്കണവാടികളിലെ ടീച്ചർമാരായ സിമി സജിനി, മിനി, സീജ, വിശാലാക്ഷി മാധവൻ എന്നിവർ നേതൃത്വം നൽകി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 73 നമ്പർ സാരംഗി അങ്കണവാടിയിൽ പ്രവേശന ഉത്സവം ഗ്രാമപഞ്ചായത്ത് മെമ്പർ KA പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. ALMC അംഗം KN മധു അധ്യക്ഷത വഹിച്ചു. KV സുരേന്ദ്രൻ, അംഗൻവാടി വർക്കർ അജിത PC, ഹെൽപ്പർ ജോളി, ആശാ വർക്കർ അജിത എന്നിവർ സംസാരിച്ചു. താന്യം ഗ്രാമപഞ്ചായത്ത് അംഗം 5ാം വാർഡ് അനശ്വര അംഗൻവാടിയിൽ പ്രവേശനോത്സവം നടത്തി. പ്രവേശനോത്സവം വാർഡ് മെമ്പർ ആന്റോ തൊറയൻ കുട്ടികൾക്ക് തൊപ്പി വെച്ച് നൽകിയും പ്രവേശനോത്സവ പതാക നൽകിയും ഉദ്ഘാടനം ചെയ്തു. അങ്കണവാടി വർക്കർ സതീരംഗൻ അധ്യക്ഷത വഹിച്ചു. ആശാ വർക്കർ സുശീല രാജൻ, പ്രകാശൻ കണ്ടങ്ങത്ത്, ALMC അംഗങ്ങളായ നിമ്മി പ്രേമൻ, ലൈല, ഷൈനി ഷാജി എന്നിവർ സംസാരിച്ചു. കുട്ടികൾക്ക് സമ്മാനവുമായി ബാഗും പായസ വിതരണവും നടത്തി. തൃശൂരിൽ വന്ദേ ഭാരത് എക്സ്പ്രസിനു നേരെ കല്ലേറ്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വച്ചാണ് വന്ദേ ഭാരത് എക്സ്പ്രസിനു നേരെ കല്ലേറുണ്ടായത്. കല്ലെറിഞ്ഞയാൾ പിടിയിലായയാൾക്ക് മാനസികാസ്വാസ്ഥ്യമുള്ളതായി സൂചന. കല്ലേറിൽ 2 കോച്ചുകളുടെ ചില്ല് പൊട്ടി. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് പോവുകയായിരുന്നു ട്രെയിൻ. അതിരപ്പിള്ളിയിൽ കിണറ്റിൽ വീണ പുലിയെ പുല്ലുപോലെ രക്ഷപ്പെടുത്തി വനപാലകർ. കണ്ണൻകുഴി പിടക്കരി വീട്ടിൽ ഷിബുവിന്റെ കിണറ്റിൽ വീണ പുലിയെയാണ് വനം വകുപ്പിന്റെ ചാലക്കുടി റാപ്പിഡ് റെസ്ക്യൂ ടീം രക്ഷപ്പെടുത്തിയത്.
പുലർച്ചെ 3 മണിയോടെ കിണറ്റിൽ ശബ്ദം കേട്ട വീട്ടുകാർ നോക്കിയപ്പോഴാണ് പുലി കിണറ്റിൽ വീണ് കിടക്കുന്നത് കണ്ടത്. ഉടനെ വനപാലകരെ വിവരം അറിയിച്ചു. കിണറ്റിലേക്ക് ഏണി ഇറക്കി കൊടുത്തപ്പോൾ പുലി ഏണിയിൽ കയറി കരയ്ക്ക് കയറുകയായിരുന്നു. കണ്ണൻകുഴി സ്റ്റേഷനിൽ നിന്നും ചാലക്കുടി റാപ്പിഡ് റെസ്ക്യൂ ടീമിനെ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് റാപ്പിഡ് റെസ്ക്യൂ ടീം സ്ഥലത്തെത്തി പുലിയെ രക്ഷപ്പെടുത്തി. രക്ഷാദൌത്യത്തിൽ BFO കെ പ്രദീപ് കുമാർ, റെസ്ക്യൂ വാച്ചർ ഡിജിത്ത് ദിവാകർ, കണ്ണൻകുഴി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ PT രാജൻ, BFOമാരായ ജെ ടിനോ, സുനിൽകുമാർ, ബിജേഷ്, ബിനു തുടങ്ങിയവർ പങ്കെടുത്തു. കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓട്ടൻതുള്ളലിൽ 1ാം സ്ഥാനം നേടിയ വരന്തരപ്പള്ളി സ്വദേശി കൃഷ്ണപ്രിയയ്ക്ക് നൽകിയ വാഗ്ദാനം പാലിച്ച് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓട്ടംതുള്ളലിൽ 1ാം സ്ഥാനം നേടിയ വരന്തരപ്പള്ളി സ്വദേശി കൃഷ്ണപ്രിയയ്ക്ക് നൽകിയ വാഗ്ദാനം പാലിച്ച് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. മത്സരത്തിന് അണിയാനുള്ള വേഷം വാങ്ങാൻ വീട്ടിലെ ഉപജീവനമാർഗമായ പശുവിനെ വിറ്റാണ് കൃഷ്ണപ്രിയ മത്സരിച്ച് 1ാം സ്ഥാനം നേടിയത്. ഈ വാർത്ത കണ്ടപ്പോൾ സമ്മാന വിതരണ വേദിയിൽ വെച്ച് തന്നെ കൃഷ്ണപ്രിയയ്ക്ക് പശുവിനെ നൽകുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. തുടർന്ന് വെറ്ററിനറി സർവകലാശാലയിൽ നിന്നും പശുവിനെ ഏർപ്പാടാക്കി നൽകാൻ വൈസ് ചാൻസലറോട് മന്ത്രി നിർദ്ദേശിച്ചു. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളും മറ്റും കാരണം നീണ്ടുപോയ ചടങ്ങ് മണ്ണുത്തിയിലെ യൂണിവേഴ്സിറ്റി ലൈവ് സ്റ്റോക്ക് ഫാമിൽ നടന്നു. മാതാപിതാക്കളെയും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഫാം തൊഴിലാളികളെയും സാക്ഷി നിർത്തി കൃഷ്ണപ്രിയ ഫ്രീസ്റ്റാൾ ഇനത്തിൽപ്പെട്ട സങ്കരയിനം കിടാരിയെ മന്ത്രി ജെ ചിഞ്ചുറാണിയിൽ നിന്നും ഏറ്റുവാങ്ങി. യുവതലമുറയെ കൂടി കാർഷിക രംഗത്തേക്ക് വരാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് ഇത്തരം കൈമാറ്റങ്ങളെന്ന് മന്ത്രി പറഞ്ഞു. കിടാരിയോടൊപ്പം തന്നെ അനിമൽ പാസ്പോർട്ടും സർവകലാശാല നൽകി. കിടാരിയുടെ ഉയരം, ഭാരം, ജനന തീയതി, പ്രതിരോധ കുത്തിവയ്പ്പുകൾ, പിതൃത്വം, മാതൃത്വം, പ്രസവിക്കുന്ന തീയതി ഇതൊക്കെ രേഖപ്പെടുത്തിയതാണ് പാസ്പോർട്ട്. ഗർഭിണിയായ പശുവിന് ഗർഭകാലത്ത് നൽകാനുള്ള തീറ്റയും ഒപ്പം സർവകലാശാലയുടെ മൃഗസംരക്ഷണ സംബന്ധിയായ പുസ്തകങ്ങളും കൃഷ്ണപ്രിയയ്ക്കും കൃഷ്ണപ്രിയയുടെ സ്കൂളായ വരന്തരപ്പള്ളി CJM സ്കൂൾ ലൈബ്രറിക്കും നൽകി. യൂണിവേഴ്സിറ്റി ലൈവ് സ്റ്റോക്ക് ഫാമിൽ നടന്ന ചടങ്ങിൽ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ അധ്യക്ഷനായി. സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ KS അനിൽ, ഡയറക്ടർ ഓഫ് അക്കാദമിക് റിസർച്ച് ഡോക്ടർ C ലത, സംരംഭകത്വ വിഭാഗം ഡയറക്ടർ ഡോക്ടർ TS രാജീവ്, കൊല്ലം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ഷൈൻ, വെറ്ററിനറി സർവകലാശാല രജിസ്ട്രാർ പ്രൊഫസർ ഡോക്ടർ P സുധീർ ബാബു, കൃഷ്ണപ്രിയയുടെ മാതാപിതാക്കളായ കുമാരൻ, ഓമന, സഹോദരങ്ങൾ വരന്തരപ്പള്ളി, CJM സ്കൂൾ പ്രധാനാധ്യാപകൻ ജോവൽ C ജോസഫ്, മുൻ പ്രധാനാധ്യാപകൻ ജോഫി C മഞ്ഞളി, PT പ്രസിഡന്റ് ജോസ്, ജിൻസി ബിജു തുടങ്ങിയവർ പങ്കെടുത്തു. ഈ കുട്ടി പഠിച്ച സ്കൂളിലെ HMനെ ഞാൻ നേരിട്ട് വിളിച്ചു. ഈ കുട്ടിയെ വിളിച്ച് അന്വേഷിക്കണം, ഈ പശുവിനെ തന്നാൽ അതിന് വളർത്താനുള്ള സാഹചര്യവും എല്ലാം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തരും. അപ്പോൾ നമ്മുടെ HM അന്നേരം തന്നെ വിളിച്ചു, വീട്ടുകാരുമായിട്ട് സംസാരിച്ചിട്ട് എന്നെ തിരിച്ച് വിളിക്കുന്നൊരവസ്ഥയാണ് കാണുവാൻ സാധിച്ചത്. അപ്പം തന്നെ ഞാൻ യൂണിവേഴ്സിറ്റി നമ്മുടെ വൈസ് ചാൻസലറുമായിട്ട് ബന്ധപ്പെട്ടു. ഇവിടുത്തെ നമ്മുടെ സ്റ്റാഫുകൾ ഉൾപ്പെടെ അവർ ഒരുമിച്ചിരുന്നുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തീരുമാനം പറഞ്ഞു, ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞു. കൃഷ്ണപ്രിയയ്ക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു പശുവിനെയാണ് ഇവിടെ ഇന്ന് കൊടുക്കുന്നത്. നല്ല ഇനത്തിൽ HF ഇനത്തിൽപ്പെട്ട ഗർഭിണിയായ പശു 2 മാസത്തിനകം അത് പ്രസവിക്കും. നമ്മൾ പാലുള്ള ഒരു പശുവിനെ കൊടുത്താൽ ചിലപ്പം അതിൻ്റെ പാൽ അവിടെ കൊണ്ടുചെല്ലുമ്പോൾ കുറയും. നല്ല തീറ്റ കൊടുക്കണം, ഇവർ കൊടുക്കുന്ന അതേ പോകും. അപ്പോൾ അതുകൊണ്ട് ഈ ഗർഭിണി പശുവിൻ്റെ 2 മാസത്തെ തീറ്റ ഉൾപ്പെടെ ഈ പ്രസവ സമയം വരെയുള്ള തീറ്റ യൂണിവേഴ്സിറ്റി തന്നെ കൊടുക്കും. അപ്പോൾ ഏറ്റവും നല്ലതുപോലെ ആ പശുവിന് പരമാവധി നമുക്ക് പാല് കിട്ടത്തക്ക നിലയിൽ തന്നെ നമ്മൾ ചെയ്യുന്ന അതുപോലുള്ള ശുശ്രൂഷ കൃഷ്ണപ്രിയ ഇനി വരും ദിവസങ്ങളിൽ ആ കുടുംബം ഏറ്റെടുക്കണം. അതിന് വേണ്ടുന്ന എല്ലാ സഹായവും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വേണമെങ്കിൽ അതെല്ലാം ഞങ്ങൾ കൊടുക്കും എന്ന് മാത്രം ഈ അവസരത്തിൽ വളരെ സന്തോഷം എനിക്ക് തോന്നി. ചാലക്കുടി മേട്ടിപ്പാടത്ത് ബൈക്കും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. വെള്ളിക്കുളങ്ങര സ്വദേശി ആരംപറമ്പിൽ രാജുവിന്റെ മകൻ 22 വയസ്സുള്ള രഞ്ജിത്താണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 1 മണിയോടെയായിരുന്നു അപകടം. വെൽഡിംഗ് ജോലിക്കായി വെള്ളിക്കുളങ്ങരയിൽ നിന്ന് ചാലക്കുടിയിലേക്ക് വരുന്നതിനിടയിലാണ് അപകടം. ചാലക്കുടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പറപ്പൂർ പാങ്ങ് വളവിൽ നിയന്ത്രണം വിട്ട ബൈക്ക് ബസിനടിയിൽപ്പെട്ട് യുവാവിന് ദാരുണാന്ത്യം. ഇന്ന് രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. സമീപത്തെ നിരീക്ഷണ ക്യാമറയിൽ നിന്നും സംഭവത്തിന്റെ ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട്. നിയന്ത്രണം വിട്ട് റോഡിൽ മറിഞ്ഞ വാഹനവും യുവാവ് ബസിനടിയിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ. ഒല്ലൂർ തൈക്കാട്ടുശ്ശേരി റെയിൽവേ മേൽപ്പാലം പൂർണ്ണമായും റെയിൽവേയുടെ ചിലവിൽ നിർമ്മിക്കുവാൻ റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി.
35.51 കോടി രൂപ ചിലവ് വരുന്നതാണ് ഈ മേൽപ്പാലം. ഇതോടൊപ്പം കേരളത്തിൽ ആകെ 6 മേൽപ്പാലങ്ങൾക്കാണ് ഇത്തരത്തിൽ അനുമതി നിലവിൽ നൽകിയിട്ടുള്ളത്. താമസിയാതെ കൂടുതൽ മേൽപ്പാലങ്ങൾക്ക് അനുമതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി റെയിൽവേ വൃത്തങ്ങൾ അറിയിച്ചു. സ്വന്തം ചിലവിൽ മേൽപ്പാല നിർമ്മാണം ഏറ്റെടുക്കാനുള്ള റെയിൽവേയുടെ പുതിയ നയത്തിന്റെ വെളിച്ചത്തിലാണ് ഈ അനുമതികൾ. വെങ്ങണിശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവീക്ഷേത്രത്തിലെ മംഗല്യസിദ്ധി പൂജ 2024 ജൂൺ 10 തിങ്കളാഴ്ച മംഗല്യവരതയും അഭീഷ്ടവരദായിനിയുമായ ഐക്കുന്ന് പാണ്ഡവഗിരി ദേവിക്ക് ഇടവമാസത്തിലെ പൂയം നക്ഷത്രത്തിലുള്ള മംഗല്യസിദ്ധി പൂജ, നെടുമംഗല്യ പൂജ, സർവൈശ്വര്യ പൂജ, ഐക്യപഥ്യ പൂജ, ഭൂമി പൂജ മുതലായ വിശേഷാൽ പൂജകൾ ജൂൺ 10 തിങ്കളാഴ്ച രാവിലെ 9:30 ക്ഷേത്രം തന്ത്രി വടക്കിടത്ത് പെരുമ്പടപ്പിൽ ഹരിനമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടത്തുന്നു. ഉച്ചയ്ക്ക് 12 മണിക്ക് അമൃത ഭോജനം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. വാട്സാപ്പ് നമ്പർ 9742777702 9447991586. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6760 രൂപ, പവന് 54,080 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ക്ഷീര കർഷകർക്ക് പലിശരഹിത വായ്പ നൽകുമെന്നും പലിശ സർക്കാർ വഹിക്കുമെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി. ചേർപ്പിലെ കർഷകന് മിൽമയുടെ സഹായധനം കൈമാറി സംസാരിക്കുകയായിരുന്നു മന്ത്രി. വെങ്ങണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി അമ്മമാർക്ക് നടത്തുന്ന സൗജന്യ കമ്പ്യൂട്ടർ പരിശീലനം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകും. മോദി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നടക്കുന്ന ഞായറാഴ്ച സുരേഷ് ഗോപിയും സത്യപ്രതിജ്ഞ ചെയ്യും. ഊരകം പല്ലിശ്ശേരിക്കുന്നിൽ അനധികൃതമായി മണ്ണെടുത്ത ടിപ്പർ ലോറിയും JCBയും പിടികൂടി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.